അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഇബ്ലീസ് അദ്ദേഹത്തിൻ്റെ മക്കളെ കൊന്നതും കൃഷികളും മറ്റും ജീവിത ഉപാധികളും നശിപ്പിച്ചതുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ രോഗബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇബ്ലീസ് വീണ്ടും ചെന്നപ്പോഴും അയ്യൂബ് നബി നിസ്കാരത്തിൽ തന്നെയാണ്. അവൻ നബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിലൊരു ഊത്ത് ഊതി. ആ ഊത്ത് മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടി നബിയുടെ ശരീരത്തിൽ ആപാത ചൂടം വ്യാപിച്ചു. എല്ലാ സ്ഥലങ്ങളും പുഴുക്കളുടെ പാർപ്പിടമായി പരിണമിച്ചു. അദ്ദേഹത്തിന് അവയുടെ കടി സഹിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം കരിമ്പാറമേൽ ശരീരവും ഓരോ അവയവങ്ങളും ഉരസിയതിൻ്റെ ഫലമായി എല്ലും ചർമ്മവും കൈകാലുകളുടെ നഖങ്ങളുമെല്ലാം ഉതിർന്നു വീണു. അവസാനം അസ്ഥിമയമായ ഒരു ശരീരം മാത്രം ബാക്കിയായി. അയ്യൂബ് നബിക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥിതി കണ്ട് സഹിക്കാൻ കഴിയാതെ 2 പേർ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. റഹ്മത്ത് എന്ന ഭാര്യ മാത്രമേ അദ്ദേഹത്തിൻ്റെ അരികെ നിന്നുള്ളൂ. ആ സ്ത്രീ കടന്നു പോകാൻ കൂട്ടാക്കാതെ നബിയെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതരായി. നാട്ടുകാരെ കൊണ്ടും അയ്യൂബ് നബിയെ ബഹിഷ്കരിപ്പിക്കുന്നതിലാണ് പിശാചിൻ്റെ ഉത്സാഹം ഇതിൽ പിന്നെ പതിഞ്ഞത്. അവൻ നാട്ടിലെ നിവാസികളുടെ അടുക്കലെല്ലാം ചെന്ന് അയ്യൂബിൻ്റെ രോഗം പകർച്ചവ്യാധിയാണെന്നും അത് പകരാൻ ഇടയാകുന്നതിന് മുമ്പ് അയാളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടതെന്നും ഉപദേശിച്ചു. അവർ അയ്യൂബ് നബിയോടും ഭാര്യയോടും സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടതിനാൽ നബിക്കും ഭാര്യയ്ക്കും അവിടെ താമസിക്കാൻ പാടില്ലാതായി. അവസാനം റഹ്മത്ത് അദ്ദേഹത്തിനെ ചുമലിൽ ചുമന്ന് ഒരു വിജന സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിൽ തന്നെ കിടത്തി. വഹബ് ബിൻ മുനബ്ബഹിൻ്റെ കഥയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു: ആ മണ്ണിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം 7 കൊല്ലക്കാലം അയ്യൂബ് നബി അതേ കഷ്ടപ്പാടിൽ കാലം കഴിച്ചു. പുഴുക്കൾ അദ്ദേഹത്തിൻ്റെ അസ്ഥികൂടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സ്വന്തം ഭാര്യയായ റഹ്മത്തല്ലാതെ മറ്റൊരാളും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വ്രണങ്ങൾ കണ്ട് പൊറുപ്പിക്കുന്നതിന് കണ്ണിനും അവയുടെ നാറ്റം സഹിക്കുന്നതിന് മൂക്കിനും സാധിക്കാതായി. റഹ്മത്ത് അദ്ദേഹത്തിനെ കൈവെടിഞ്ഞില്ലെങ്കിൽ കൂടി ഭക്ഷണം സമ്പാദിച്ചു കൊടുക്കുന്നതിന് അവർക്കും പ്രയാസം നേരിടാതിരുന്നില്ല. അവർ പല വീടുകളിലും ചുറ്റി നടന്ന് വല്ല ജോലിയും ചെയ്ത് കിട്ടുന്നത് കൊണ്ടുവന്ന് നബിക്ക് കൊടുക്കുകയായിരുന്നു പതിവ്. അത് കാരണം റഹ്മത്തിനെ തങ്ങളുടെ അരികെ ചെല്ലാൻ അനുവദിക്കരുതെന്നും
അവൾ വഴിയായി അയ്യൂബിൻ്റെ രോഗം അവരുടെ ശരീരത്തിൽ പകരുമെന്നും പിശാച് ഉപദേശിച്ചത് കൊണ്ട് ആ സ്ത്രീയെയും ജനങ്ങൾ മുടക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെ അവർ വളരെ അകലെ കൊണ്ടുപോകേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം അവരെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്നും പറഞ്ഞ് ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ റഹ്മത്ത് അദ്ദേഹത്തിനെ പിന്നെയും ചുമലിലേറ്റി ആ ഗ്രാമവുമായി വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരിടത്ത് കൊണ്ടുപോയി നിലത്ത് വെണ്ണീർ നിരത്തി അതിന്മേൽ കിടത്തി. തലവെക്കാനൊരു കല്ല് മാത്രമാണ് ഉണ്ടായത്. റഹ്മത്ത് അയ്യൂബ് നബി അവിടെ കിടത്തിക്കൊണ്ട് സർവ്വ കാര്യങ്ങൾക്കും അള്ളാഹുവിങ്കൽ പ്രാർത്ഥിക്കുക മാത്രമേ തങ്ങൾക്ക് മാർഗമുള്ളൂ എന്ന് നബിയോട് വളരെ വ്യസനത്തോടു കൂടി ആവശ്യപ്പെട്ടു. അയ്യൂബ് നബി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: റഹ്മത്തെ, അള്ളാഹു അവൻ്റെ അനുഗ്രഹം വർഷിച്ചു തരുന്നതിൽ നമ്മെ ഇച്ഛാഭംഗപ്പെടുത്തിയതിൽ നീ ക്ഷമിക്കുകയാണ് വേണ്ടത്. അവൻ്റെ പരീക്ഷണത്തെ സഹിക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു ശേഷവും റഹ്മത്ത് ഓരോ വാതിൽക്കലും ചെന്ന് വല്ലതും ചോദിച്ചു നോക്കും, ജോലി അന്വേഷിക്കും. എന്നാൽ ഓരോ വീട്ടുകാരും അവരെ ആട്ടിപ്പായിച്ചു. അവസാനം വിശപ്പ് കൊണ്ട് താനും ഭർത്താവും ബുദ്ധിമുട്ടിയപ്പോൾ റഹ്മത്ത് തൻ്റെ മുടിക്കെട്ടിൽ നിന്ന് അല്പഭാഗം മുറിച്ചെടുത്ത് അത് ഒരേ ഒരു അപ്പത്തിന് വേണ്ടി വിറ്റതായും ആ അപ്പം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നതായും നബി വർത്തമാനമറിഞ്ഞ് വളരെ കരഞ്ഞെങ്കിലും ഒടുവിൽ ക്ഷമ തന്നെ അനുഷ്ഠിച്ചിരുന്നതായും കഥകളിൽ പറയപ്പെട്ടിരിക്കുന്നു. അജായിബ് ദുഹൂറിൽ ഇങ്ങനെ പറയുന്നു: അയ്യൂബ് നബി അലൈഹിസ്സലാം 7 വർഷവും 7 ദിവസവും നഗരത്തിന് പുറത്ത് താമസിച്ചു. ഭാര്യ റഹ്മത്തല്ലാതെ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്നതിന് മറ്റാരും ഉണ്ടായിരുന്നില്ല. റഹ്മത്ത് അദ്ദേഹത്തിനെ തനി മൈതാനത്ത് കിടത്തിക്കൊണ്ട് അടുത്തുണ്ടായിരുന്ന വല്ല ഗ്രാമത്തിലും പോയി അദ്ദേഹത്തിന് വല്ലതും സമ്പാദിച്ചു കൊണ്ടുവന്ന് കൊടുക്കാറായിരുന്നു പതിവ്. റഹ്മത്ത് യാചനാവൃത്തി കൊണ്ടാണ് അയ്യൂബ് നബിക്ക് ആഹാരം സമ്പാദിച്ചിരുന്നതെന്ന് ചില കഥകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അധ്വാനിച്ച് സമ്പാദിക്കുകയാണ് ചെയ്തിരുന്നതെന്ന് മറ്റ് കലാകാരന്മാർ പറയുന്നു. നബിമാരുടെ ഉയർന്ന നിലപാട് നോക്കുമ്പോൾ അധ്വാനിച്ച് സമ്പാദിച്ചിരുന്നതായി തന്നെയാണ് വിശ്വസിക്കേണ്ടത്. കഥാകാരന്മാർക്കും കലാകാരന്മാർക്കും എല്ലാം എഴുതാമല്ലോ. ഒരു ദിവസം റഹ്മത്ത് പതിവ് പ്രകാരം ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർക്ക് കൂലിപ്പണിയൊന്നും കിട്ടിയിരുന്നില്ല. സന്ധ്യയായപ്പോൾ ഭർത്താവിന് ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് വളരെ പരിഭ്രമമുണ്ടായി. അവർ അള്ളാഹുവിങ്കൽ സങ്കടമുയർത്തി അവസാനം വിമതസ്ഥായിയായിരുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ പോയി ഇങ്ങനെ അപേക്ഷിച്ചു: ഭവതി, എനിക്ക് രോഗിയായ ഒരു ഭർത്താവുണ്ട്. അദ്ദേഹത്തിന് ആഹാരം കൊടുക്കേണ്ടതിന് വല്ലതും കടം തരണം. നാളെ കൂലിപ്പണിയെടുത്ത് വീട്ടിൽ തരാം. ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നാളെ എനിക്ക് കൂലിപ്പണിയൊന്നും ചെയ്യാനില്ല. എങ്കിലും നിന്റെ മുടി എനിക്ക് വളരെ പറ്റിയതായി തോന്നുന്നുണ്ട്. അതെനിക്ക് മുറിച്ചു തരുമെങ്കിൽ ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടത് പകരം തന്നുകൊള്ളാം. റഹ്മത്തിന് അത് പ്രകാരം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്യുന്നതിൽ ആദ്യം വൈമനസ്യമുണ്ടായി. പക്ഷെ അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭവതി, മുടി കഷ്ണിക്കുന്നതിന് എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ ഭർത്താവ് രോഗം കൊണ്ട് വളരെ അവശനായിരിക്കുന്നു. അദ്ദേഹം നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വടിക്ക് പകരം എൻ്റെ മുടി പിടിക്കുകയാണ് പതിവ്. റഹ്മത്ത് ഇങ്ങനെയെല്ലാം കെഞ്ചി നോക്കിയെങ്കിലും ആ സ്ത്രീ അതൊന്നും അനുസരിക്കാതെ മുടി കൊടുത്താലല്ലാതെ ഭക്ഷണ സാധനം കൊടുക്കാൻ സാധ്യമല്ലെന്ന് കണിശമായി മറുപടി പറയുകയാണ് ചെയ്തത്. അവസാനം ഗത്യന്തരമില്ലാതെ റഹ്മത്ത് മുടി മുറിച്ചു കൊടുക്കുകയായിരുന്നു. ആ സ്ത്രീ അല്പം ഭക്ഷണ സാധനം കൊടുക്കുകയും അത് വാങ്ങിക്കൊണ്ട് റഹ്മത്ത്
ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുകയും ചെയ്തു. റഹ്മത്തും സ്ത്രീയും തമ്മിലുണ്ടായിരുന്ന ഇടപാട് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്ന ഇബ്ലീസ് ഉടൻ തന്നെ അയ്യൂബ് നബിയുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ഏഷണി പ്രയോഗിച്ചു. അങ്ങയുടെ ഭാര്യ ദുഷ്പ്രവൃത്തിയിലും മോഷണത്തിലും ഏർപ്പെട്ടതുകൊണ്ട് വിമതസ്ഥയായ ഒരു സ്ത്രീ അവരുടെ മുടി മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ സ്ത്രീയെ തന്നെ ഇനിയും ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ അങ്ങയ്ക്ക് നാണമില്ലേ? ഒരു വയോവൃദ്ധൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് പിശാച് ഇങ്ങനെ ഏഷണി പ്രയോഗിച്ചിരുന്നത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഇത് കേട്ട് വളരെ ദുഃഖിക്കുകയും ദീനത്തിൽ അകപ്പെട്ടു കരഞ്ഞതിലേറെ കരയുകയും ചെയ്തു. ഒടുവിൽ തൻ്റെ ദീനം സുഖപ്പെട്ടാൽ സ്വന്തം പത്നിക്ക് 100 അടി ശിക്ഷ നൽകുമെന്ന് ശപഥം ചെയ്യുകയുമുണ്ടായി. ഈ മുടി മുറിച്ചു കൊടുത്ത സംഭവത്തെ പലരും പല വിധത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. ചിലർ തീരെ ഇത് പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇതെല്ലാം തനി കഥകൾ മാത്രമാണ്. വിശ്വാസയോഗ്യമായ യാതൊരു തെളിവും ഈ കഥയ്ക്കില്ല. പിശാച് റഹ്മത്തിനെ കൊണ്ട് ഏഷണി പ്രയോഗിച്ചിരുന്നതായും ചില കിസ്സകളിലുണ്ട്. അവർ ഭക്ഷണവുമായി മടങ്ങി വന്നപ്പോൾ വഴിയിൽ വെച്ച് പിശാച് അവരെ കണ്ടുമുട്ടുകയും തദവസരത്തിൽ അവർ തമ്മിൽ ഈ രൂപത്തിലൊരു സംഭാഷണം നടക്കുകയും ഉണ്ടായി എന്ന് പറയുന്നു. പിശാച് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾക്കിങ്ങനെ പരിഭ്രമമുണ്ടാകാൻ സംഗതി എന്തേ? അത് കേട്ട് റഹ്മത്ത് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കടിഞ്ഞ രോഗത്തിലാണ്. അദ്ദേഹത്തിന് അനങ്ങാൻ ശേഷിയില്ല. എപ്പോഴും കിടപ്പിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് പിശാച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് പറഞ്ഞു തരാം. അത് പ്രയോഗിക്കുന്നതായാൽ ക്ഷണത്തിൽ രോഗം മാറും. പന്നി മാംസവും മദ്യവുമാണ് ഔഷധം. അവ രണ്ടും കൊടുക്കുന്നതായാൽ രോഗം മാറാൻ താമസം നേരിടുന്നതല്ല. വളരെ നല്ല മരുന്നാണ്. നിങ്ങൾ അവ രണ്ടും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേഗം ഭർത്താവിൻ്റെ അടുക്കൽ പോയി വിവരം പറയണം. റഹ്മത്ത് വളരെ വേഗം ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി വൈദ്യനുമായി കണ്ട വർത്തമാനങ്ങളെല്ലാം വിശദമാക്കി. റഹ്മത്ത് പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോന്നപ്പോൾ ഒരു വൃദ്ധനെ വഴിയിൽ വെച്ച് കണ്ടു. അദ്ദേഹം എന്നോട് വർത്തമാനം അന്വേഷിച്ചപ്പോൾ അങ്ങയുടെ രോഗസ്ഥിതി അദ്ദേഹത്തിനോട് ഞാൻ വിശദമാക്കി. അപ്പോൾ അദ്ദേഹം ഒരു സിദ്ധൌഷധം പറഞ്ഞു തന്നിട്ടുണ്ട്. അയ്യൂബ് നബി ചോദിച്ചു, എന്താണ് ആ സിദ്ധൌഷധം? അപ്പോൾ ഭാര്യ പറഞ്ഞു, മദ്യവും പന്നിമാംസവും കഴിച്ചാൽ രോഗം ക്ഷണത്തിൽ മാറുമെന്നാണ് പറഞ്ഞത്. അവ ഞാൻ കൊണ്ടുവരട്ടെ? അയ്യൂബ് നബി ഉടൻ തന്നെ കോപിച്ചു പോയി, നീ എന്നെ പാപത്തിൽ അകപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എൻ്റെ രോഗം മാറിയാൽ ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുന്നതായിരിക്കും. രോഗം സുഖപ്പെട്ടാൽ സ്വന്തം ഭാര്യയ്ക്ക് 100 അടി ശിക്ഷ നൽകണമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു എത്രേ. ഇതിൽ പിന്നെ അദ്ദേഹം രോഗം സഹിക്കവയ്യാതെ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇലാഹി, ഞാൻ ഇത്രയും കാലം നിൻ്റെ പരീക്ഷണത്തെ ശ്രമിച്ചുവല്ലോ. ഇനിയും എന്നെ ആപത്തിൽ അകപ്പെടുത്തുന്നതായാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എനിക്ക് ഈ അത്യാപത്തിൽ നിന്ന് മോചനം നൽകണം. എന്നാൽ അത്രയും കാലം വരെ എല്ലാവിധ പരീക്ഷണങ്ങളും സഹിച്ചു വന്ന അയ്യൂബ് നബി അപ്പോൾ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണെന്ന് സംശയം ഉന്നയിച്ചുകൊണ്ട് അതിനുള്ള ചില മറുപടികൾ കിതാബിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ അന്ത്യവിലാപത്തിനുണ്ടായ കാരണത്തെ ചിലർ ഇങ്ങനെ വിശദമാക്കുന്നു. അയ്യൂബിന് അടുത്ത ബന്ധുക്കളായി 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ കൂടെ കൂടെ അദ്ദേഹത്തെ ചെന്ന് കാണാനും വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാറും പതിവായിരുന്നു. ഒരു ദിവസം അവർ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു, അയ്യൂബ് എന്തോ ഒരു മഹാപാപം ചെയ്തു പോയിരുന്നിരിക്കണം. അല്ലാത്ത പക്ഷം ഇത്രയും വലിയ ഒരു ആപത്തിൽ അദ്ദേഹം അകപ്പെടുമായിരുന്നില്ല. അള്ളാഹു നീതിമാനായ സ്ഥിതിക്ക് കുറ്റമൊന്നും ചെയ്യാത്ത ഒരാളെ അവൻ ഇങ്ങനെ ശിക്ഷിക്കുന്നതല്ല. ഈ സംസാരം കേട്ടപ്പോൾ അയ്യൂബ് നബിക്ക് മുമ്പുണ്ടായിരുന്നതിലേറെ ദുഃഖമുളവായി. താനൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലവിളിക്കാൻ പ്രസ്തുത സംഭാഷണം കാരണമായി. മറ്റൊരു കണ്ടുപിടുത്തം ഇങ്ങനെയാണ്. ഒരു ദിവസം അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന് 2 പുഴുക്കൾ ഉതിർന്നു വീണു. അദ്ദേഹം ആ പുഴുക്കളെ എടുത്ത് അവ വീണ പഴുതുകളിൽ വെച്ചു. അപ്പോൾ അവ രണ്ടും ആ മുറിവുകളിൽ കുത്തിയിരുന്നതിനാൽ രോഗം തുടങ്ങിയത് മുതൽക്ക് അതുവരെയുണ്ടായ എല്ലാ വേദനകളെക്കാളും കഠിനമായ വേദന അദ്ദേഹത്തിനുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം രോഗം മാറാൻ പ്രാർത്ഥിച്ചത്. തനിക്ക് ആപത്ത് നേരിട്ടിരിക്കുന്നുവെന്നും
അള്ളാഹു കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞതായി ഖുർആനിൽ വന്നിട്ടുള്ള ഈ സംഭവത്തെ പറ്റിയാണെന്നും മേൽ പറഞ്ഞ അഭിപ്രായക്കാർ സമർത്ഥിച്ചിരിക്കുന്നു. പ്രസ്തുത പ്രാർത്ഥനയെ തുടർന്ന് ജിബ്രീലും അദ്ദേഹവും തമ്മിൽ നടന്നിരുന്നതായി ഇങ്ങനെ ഒരു സംഭാഷണം കിസ്സകളിൽ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അങ്ങ് ഇത്രയധികം കരയാൻ കാരണം എന്താണ്? അയ്യൂബ് പറഞ്ഞു, ഈ പുഴുക്കളുടെ കളി സഹിക്കാൻ സാധിക്കില്ല. രോഗം തുടങ്ങി 18 കൊല്ലം കഴിഞ്ഞതിനിടയിൽ ഒരവസരത്തിലും ഇത്ര വലുതായ വേദന എനിക്കുണ്ടായിരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങ് തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി. പുഴുക്കളെ അവ വീണ പഴുതുകളിൽ അങ്ങ് തന്നെ വീണ്ടും എടുത്തു വെക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കാൻ അങ്ങയ്ക്ക് അവകാശമില്ല. അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് കാന്താങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണല്ലോ നിറവേറ്റി കൊടുക്കുക. വേറെ ഒരു അനുമാനം കൂടി കഥകളിലുണ്ട്. അത് ഇപ്രകാരമാണ്. ഒരിക്കലൊരു കച്ചവട സംഘം അയ്യൂബ് നബിയുടെ വാതിലിനരികെ കൂടി കടന്നു പോയപ്പോൾ വീട് ആരുടേതാണെന്ന് ചോദിച്ചു. അങ്ങനെ അത് അയ്യൂബ് നബിയുടെ വസതിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ച ഒരാളാണെങ്കിൽ ഈ അത്യാപത്ത് ഒരിക്കലും നേരിടുമായിരുന്നില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ തീർച്ചയായും ഒരു മഹാപാപം ചെയ്തു പോയിരിക്കുമെന്നതിൽ സംശയമില്ല. അയ്യൂബ് നബി ആ സംസാരം കേട്ടപ്പോഴാണത്രേ മേൽപ്പറഞ്ഞ പ്രകാരം സങ്കടപ്പെട്ട് കരഞ്ഞിരുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. ഞാൻ എന്ത് മഹാപാപമാണ് ചെയ്തു പോയതെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ തന്നെത്താൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിച്ചിരുന്നു. അവസാനം ആകാശത്ത് നിന്നൊരു ശബ്ദമുണ്ടായി. അത് ഇങ്ങനെയായിരുന്നു, അയ്യൂബേ, അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല. ആപത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ആ വാക്ക് തന്നെ കുറിച്ചുള്ള ഒരു അധിക്ഷേപമായിട്ടാണ് അയ്യൂബ് നബി ധരിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ ജിബ്രീലിനെ വിളിച്ചു, ഹേ റൂഹുൽ അമീൻ, അങ്ങ് എവിടെയാണ് എന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചു. താൻ റൂഹുൽ അമീൻ അല്ലെന്നും ഈ അറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രം നിയോഗിതനായ ഒരു മലക്കാണെന്നുമുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്നലച്ചു. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ച് അട്ടഹസിച്ച് കരയുകയും തനിക്ക് നേരിട്ട അതികഠിനമായ വേദന മാറ്റിക്കൊടുക്കാൻ പ്രാർത്ഥിക്കുകയുമാണുണ്ടായത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രം നീണ്ടു പോകുന്നു. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, പരമാവധി എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായി കാണണം. ദിക്റുൽ അംബിയാഇ കഫാറത്തുൻ ദിക്റുൽ സ്വാലിഹീന ഇബാദത്തുൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നത് പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയുന്നത് ദോഷമുക്തിക്ക് കാരണമാകും. പാപങ്ങൾ പൊറുപ്പിക്കുന്നതും മറ്റേത് ഇബാദത്തുമാണ് എന്നാണ് ഹദീസുകളിൽ വരുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇടയ്ക്ക് സ്കിപ്പ് അടിച്ച് കളയരുത്. അപ്പം ചിലർ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ പരസ്യമൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇതിലത്തെ പരസ്യം കണ്ടു കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ഇതിനുള്ള നടത്തിപ്പിനുള്ള വരുമാനമൊക്കെ കിട്ടുമെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.